ചേർപ്പ് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു. കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഒന്നാം സ്ഥാനത്തെത്തി. വിദ്യാലയങ്ങളിൽ നിന്ന് തുടങ്ങി സബ് ജില്ലയിലും റവന്യൂ ജില്ലയിലും പിന്നീട് സംസ്ഥാനത്തുമൊക്കെയായി കുട്ടികൾക്ക് അവരുടെ കലാപ്രകടനത്തിൻ്റെ വിവിധ തലങ്ങളിൽ മത്സരിക്കാനും കൂടുതൽ മികവ് പുലർത്താൻ ആവശ്യമായ പരിശീലനം നേടാനുമെല്ലാം കഴിയുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമാണ് കേരളത്തിലെ സ്കൂൾ കലോത്സവം. ഈ കലോത്സവങ്ങളും ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന നൂറുകണക്കിന് കലാപ്രവർത്തനങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ കലാപ്രവർത്തനങ്ങളുടെ ഒരു അടിത്തറയായി നിലകൊള്ളുന്നത്. എത്രയോ അന്യം നിന്ന് പോകുമായിരുന്ന കലകളാണ് കുട്ടികൾ മത്സരത്തിന് വേണ്ടിയാണെങ്കിൽ പോലും പലപ്പോഴും മറ്റു താല്പര്യങ്ങളുടെ മുകളിലും അത് അഭ്യസിക്കുന്നത് കൊണ്ട് നിരന്തരമായി ആ കലകളൊക്കെ തന്നെ അന്യം നിൽക്കാതെ അത് തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് കേരളത്തിന് കഴിയുന്നത് ഈ വിദ്യാലയങ്ങളിൽ നിന്ന് തുടങ്ങുന്ന കലോത്സവങ്ങളുടെ ഭാഗം. LP വിഭാഗത്തിൽ നടന്ന മത്സരങ്ങളിൽ ചേർപ്പ് CNN ഗേൾസ് LP, തലൂർ LFLP സ്വരന്തരപ്പിള്ളി, സെന്റ് ആന്റണീസ് LP എന്നീ സ്കൂളുകൾ കൂടുതൽ പോയിന്റ് നേടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. UP വിഭാഗത്തിൽ ആലങ്ങാട് ശങ്കര UP സ്കൂളും, ഹൈസ്കൂൾ വിഭാഗത്തിൽ അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളും, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പെരിങ്ങോട്ടുകര GGHS UP സ്കൂളും, സംസ്കൃത കലോത്സവത്തിൽ തലൂർ സെന്റ് തെരേസ സ്കൂളും, ഹൈസ്കൂൾ സംസ്കൃത കലോത്സവത്തിൽ അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളും, LP അറബി കലോത്സവത്തിൽ ചേർപ്പ് GJBS പനംകുളം CMLP സ്കൂളും, UP അറബി കലോത്സവത്തിൽ CNN BHS സ്കൂളും, ഹൈസ്കൂൾ അറബി കലോത്സവത്തിൽ കുറുമ്പിലാവ് SBHS സ്കൂളുകൾ ഒന്നാം സ്ഥാനത്തെത്തി. ചടങ്ങിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന കൗമാര കലകളുടെ ആകർഷകമായ പ്രകടനം സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുക. ഉപജില്ലാ കലോത്സവങ്ങളാണ് അതിൻ്റെ അടുത്ത പടി എന്നുള്ള രീതിയിൽ ജില്ലാതലത്തിലും സംസ്ഥാനത്തിലുടനീളം ഏറ്റവും ആകർഷണീയമായ രീതിയിൽ മത്സരം എന്ന് പറയുന്ന വാക്ക് ഞാൻ ഉപേക്ഷിച്ച് നിൽക്കുകയാണ്. സംഘി മത്സരങ്ങൾ നടക്കണമെങ്കിൽ തന്നെ ആ മത്സരം എന്ന് പറയുന്ന വാക്കും മാറ്റിവെച്ചുകൊണ്ട് കലകളുടെ വലിയ ഉത്സവങ്ങളാണ് നമ്മുടെ കലാലയ അന്തരീക്ഷങ്ങളിൽ നടക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിലുള്ള കലോത്സവവും നടക്കുകയാണ്. ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ച് കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിലെ പൊതുസമൂഹമാകെ ഏറ്റെടുക്കുന്ന ഒരു പരിപാടി കൂടിയാണ് സ്കൂൾ തല കലോത്സവങ്ങളൊക്കെ.